ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇതേ നമ്മൾ ഇന്ന് ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ട് വായിൽ കപ്പലോരം വെള്ളം വരുന്നുണ്ടാവുന്ന എനിക്ക് ഈ അച്ചാർ റെസിപ്പി കാണുമ്പോൾ ഇത് നമ്മുടെ കാന്താരി വെച്ചിട്ടാണ് കേട്ടോ, വെള്ളക്കാന്താരി വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഈ അച്ചാർ. വെള്ളക്കാന്താരി നമ്മൾ വേസ്റ്റ് ആക്കലല്ലേ, കൂടുതലും നമ്മൾക്ക് കൂട്ടിയൊന്നും കഴിയൂലല്ലോ, ഇഷ്ടംപോലെ ഉണ്ടാവുമ്പോൾ. അപ്പോൾ വെള്ളക്കാന്താരി വെച്ചിട്ടാട്ടോ നമ്മുടെ ഈ അച്ചാർ. ഇത് ചോറിനും ചപ്പാത്തിക്കും കറിക്കും ദോശക്കും എല്ലാത്തിനും പറ്റുന്ന ഒരു അച്ചാറാട്ടോ. ഇത് നമ്മുടെ നെയ്ച്ചോറിനും ബിരിയാണിക്കും, പിന്നെ നമുക്കിപ്പോൾ ജലദോഷത്തിൻ്റെയും പനിൻ്റെ ഒരു കാലല്ല, വായിക്ക് നല്ല രുചിയുള്ളൊരു അച്ചാറാണ് നമ്മൾ ഈ തയ്യാറാക്കാൻ പോണ അച്ചാറിട്ട്. കുറച്ചധികം വെള്ളക്കാന്താരി കിട്ടിയപ്പോഴേ ഒരു അച്ചാറിട്ട് നോക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അച്ചാറിട്ട് നോക്കിയപ്പോൾ കൂട്ടിയപ്പോഴാണെങ്കിൽ അതിലേറെ ടേസ്റ്റും. അപ്പോൾ അതേ സെറ്റ് സാധനമാണ്. അപ്പോൾ നമ്മളിതൊന്ന് അച്ചാർ റെഡിയാക്കുകയാണ്. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അച്ചാർ എങ്ങനെ റെഡിയാക്കാമെന്ന് ഞാൻ കാണിക്കട്ടെ. അതിൽ കുറച്ച് ചുവപ്പുണ്ട് കേട്ടോ, ഞാൻ ഒഴിവാക്കിയിട്ടില്ല, വേണമെങ്കിൽ ഒഴിവാക്കും ചെയ്യാം. വെള്ളം മാത്രം ഫ്രഷ് കാണണമെങ്കിൽ കാന്താരി മാത്രം ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ റെസിപ്പി ഒന്ന് നോക്കട്ടെ. ഇഷ്ടംപോലെ കിട്ടി, അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്ത് വെച്ചതാണ്. നല്ലൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് ഫ്രൈ ചെയ്യണം ഫസ്റ്റ്. പാനിൽ നല്ലെണ്ണ ഇട്ട, നല്ലെണ്ണയിൽ മാത്രമേ ചെയ്യാവൂ, വെളിച്ചെണ്ണ മറ്റുള്ള ഓയിലുകളൊന്നും എടുക്കരുത്. നല്ലെണ്ണയിൽ മാത്രം നമ്മൾ മുളകൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 250 നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ മുളകൊന്ന് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണേ. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ മുളക് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് നേരം ഇത് നല്ലോണം പൊട്ടി തെറിക്കൂട്ടാ. അപ്പോൾ ആ പൊട്ടി തെറിക്കണതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കണ്ണ് മുഖമൊക്കെ മാറ്റണം, നമ്മൾ മേലേക്ക് തെറിക്കും. അപ്പോൾ പിന്നെ കണ്ണിലോട്ട് എണ്ണയൊക്കെ ആവൂലേ. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യത്തിൽ തീരൂല. വല്ലാണ്ട് വെന്ത് കുഴയാതെ ഒരു പാകം വേവിലെടുക്കണേ. വല്ലാണ്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ മുളക് കുഴഞ്ഞു പോവും. ഒരാവശ്യത്തിന് നല്ലോണം വാടി വരും വേണം, നല്ല ടേസ്റ്റ് ആവും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 200-250 പുളിയാണ് കേട്ടോ നമുക്ക് ആവശ്യം. പുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചാൽ ചുടുവെള്ളമൊന്നും വേണ്ട. നമ്മൾ പെട്ടെന്നാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചുടുവെള്ളം ഒഴിച്ചിട്ട് പുളിൻ്റെ ആ കാമ്പൊക്കെ ഒന്ന് വേറിട്ടിരിക്കുക, നാരൊക്കെ അതിൽ നിന്ന് പുളിരസം മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചുടുവെള്ളം ഒഴിച്ചത്. കുറച്ച് നേരത്തെ പച്ചവെള്ളത്തിലായാലും വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്കത് വേറിട്ട് കിട്ടൂട്ടാ. അപ്പം ഞാൻ അതേ ഓയിലിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കി എടുക്കണം. ഞാൻ 2ാം പ്രാവശ്യം ഒഴിക്കണത് പാന് മാറ്റിയതുകൊണ്ടാണ്. അച്ചാർ അത് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഞാൻ അച്ചാർ അതിലിടണ്ട വിചാരിച്ചിട്ട് ഞാൻ സ്റ്റീലിൻ്റെ പാത്രം എടുത്തതാണ്, ചീനച്ചട്ടി എടുത്തതാണ്. അപ്പോൾ അതെ നമ്മൾ അതിലോട്ട് നമ്മൾ ആദ്യത്തെ ഓയിൽ തന്നെയാണ് അത് ഒഴിച്ചു കൊടുത്ത്. ഇതിലേക്ക് നമ്മൾ കടകാണ് ഇട്ട് കൊടുത്തത്. കടക് അത്യാവശ്യം കടക് ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂണോളം കടക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം ഒന്ന് പൊട്ടി വരുന്നതിലോട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്ത്, കറിവേപ്പില നല്ലോണം ഒന്ന് മൂത്ത് വരുന്നതിലോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണ്ട. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നിങ്ങളേക്കിൽ. ഞാനിപ്പോൾ ഒന്നായിട്ടുള്ള വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്. ഞാൻ പേസ്റ്റ് തന്നെയാണ് ഇട്ടത്. നിങ്ങളത് 20ഓളം വെളുത്തുള്ളി നമ്മൾ നീളത്തിൽ കീറി ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇഞ്ചി പീസും നീളത്തിൽ കീറി ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പേസ്റ്റ് ആയതുകൊണ്ടാണ് പേസ്റ്റ് ഇട്ട് കൊടുത്തത് ഇട്ടാ. നല്ലോണം ഇതിൻ്റെ ഈ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നതിലോട്ട് നമ്മൾ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തത്. കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ നിങ്ങൾ ഇടണ്ട, കളറിന് മാത്രമാണ്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ മുളകച്ചാറുള്ള ഓൾറെഡി ഇടുന്നത്, അപ്പോൾ എരിവിൻ്റെ ആവശ്യം ഇതിൽ വരുന്നില്ല. പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ടാണ് ഈ കാശ്മീരി ചില്ലി ഇടുന്നത്. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി റോ ടേസ്റ്റ് നല്ലവണ്ണം ഒന്ന് മാറി വരട്ടെ. ആ റോ ടേസ്റ്റ് മാറിയിലോട്ട് നമ്മൾ മാറ്റി വെച്ച് പുളി പിഴിഞ്ഞ് ആ വെള്ളമാണ്, ഒരു 1.5 കപ്പ് പുളിവെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു 1.5 കപ്പ് പുളിവെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കുറവാണെന്ന് കാണുമ്പോൾ പുളി ഒന്നും കൂടി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ പുളിവെള്ളം നല്ലോണം ഒന്ന് തിളച്ച് സെറ്റായി വരട്ടെ. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കാന്താരി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാന്താരി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സെറ്റ് മണം വാസനെല്ലാം കൂടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കാന്താരി അച്ചാർ. കാന്താരി അച്ചാർ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇട്ട് നോക്കിയാൽ നിങ്ങൾ ഏത് നേരം ഇതന്നെ ഇട്ട് നോക്കൂട്ടാ. വല്ലാണ്ട് വെന്ത് കുഴയണ്ട കേട്ടോ, ഒരു ആവശ്യത്തിന് വേവായാൽ മതി. കുറച്ച് നേരം ഇങ്ങനെ അതിൽ കിടന്ന് തിളച്ചാൽ മതി. ഒരു 2 മിനിറ്റൊക്കെ
തിളച്ചാൽ മതി, ഓവർ വേവാവണ്ട. ഇനിയിപ്പോൾ നമുക്ക് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. നോക്കി ആ കാന്താരിൻ്റെ ആ ഒരു ഗ്രേവിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നത് കഞ്ഞിയിലോട്ടൊക്കെ സൂപ്പറാട്ടാ. ആരായാലും ഇതൊന്ന് ഉണ്ടാക്കി വെക്കണം. 1 ടേബിൾ സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കായത്തിൻ്റെ ടേസ്റ്റ് കുറച്ച് മതിയെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി കേട്ടോ. കായപ്പൊടി അത്യാവശ്യം ഉണ്ടായാലും ഇത് നല്ല ടേസ്റ്റാണ്. ഇതിലേക്കൊരു വലിയ കഷ്ണം ശർക്കര തന്നെ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ശർക്കര ഇതിൻ്റെ ടേസ്റ്റ് നല്ലോണം കൂട്ടും. അപ്പം ഈ എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവപ്പൊടിയാണ്. ഉലുവ വറുത്തന്നെ പൊടിക്കണം കേട്ടോ. വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി എടുക്കണം. നിങ്ങൾ കടയിൽ നിന്നാണ് ഉലുവപ്പൊടി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഉലുവ പൊടി നമ്മളെ വീട്ടിൽ വറുത്തതിന് ശേഷം ഇതിലിട്ട് കൊടുക്കണം. അവസാനം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് സുർക്കയാണ് കേട്ടോ. വിനാഗർ കുറച്ചധികം കാലം കേടുകൂടാതിരിക്കണമെങ്കിൽ, നമ്മൾ അധികം ദിവസം കേടുകൂടാതിരിക്കണമെങ്കിൽ സുർക്ക ചേർക്കണം. അല്ല പെട്ടെന്ന് കൂട്ടി കഴിയണതാണെങ്കിൽ സുർക്ക ഒന്നും ചേർക്കണ്ട. സുർക്ക 1/4 കപ്പ് സുർക്ക ഞാനിതിലേക്ക് ചേർക്കണത്. അപ്പതേ നമ്മുടെ മുളകച്ചാർ ഇവിടെ സെറ്റായി. പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. സെറ്റ് അച്ചാറാണ്. ഞാനിത് നല്ലോണം മൂടി വെച്ച് ചൂടാറിയതിന് ശേഷം ഞാനിത് ബോട്ടിലോട്ടാക്കണം. അപ്പതേ നമ്മുടെ മുളകച്ചാർ ഇവിടെ പാത്രത്തിലായി. ഇനി ഇത് തീരുന്ന വരെ ഇത് കഴിക്കാൻ നമുക്ക് തോന്നുള്ളൂ. വേറൊരു അച്ചാറോ വേറൊരു സാധനം നമുക്ക് വേണ്ടിയല്ല. എല്ലാത്തിനും പറ്റും. കറി ഇല്ലെങ്കിൽ ചോറ് കഴിക്കാനും. ഇതൊരു പപ്പടം ഉണ്ടായ മുളകച്ചാറല്ലേ ഭയങ്കര എരിവെന്നൊന്നും തോന്നണം കേട്ടോ. ഒരു എരിവില്ല, നല്ല ടേസ്റ്റിയാണ്, സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, സീ യു.